ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ ഇടുക്കി ജില്ലയുടെ സ്വകാര്യ അഹങ്കാരമാകുന്ന ഒരു പഞ്ചക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമായ അയ്യപ്പൻ കോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രവും അതിൻ്റെ പരിസരവും ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം, ഇടുക്കി ജില്ലയിലെ അയ്യപ്പൻ കോവിൽ ആണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് പഞ്ചക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. പഞ്ചക്ഷേത്രം ഏതാണെന്ന് ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? അയ്യപ്പൻ കോവിൽ, അച്ഛൻ കോവിൽ, ആര്യൻകാവ്, കുളത്തുപുഴ, ശബരിമല, ഇതാണ് പഞ്ചക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. അതിലൊരു ക്ഷേത്രമാണ് അയ്യപ്പൻ കോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന ഉത്സവമെന്ന് പറയുന്നത് ശിവരാത്രി മഹോത്സവമാണ്. ഈ കാണുന്ന പ്രദേശമൊക്കെ ശിവരാത്രി മഹോത്സവത്തിൻ്റെ സമയത്ത് മണൽത്തരി പോലും വാരിയിടുവാൻ കഴിയാത്ത വിധം ജനപ്രവാഹം കൊണ്ട് നിറയുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു നിർമ്മാണ പ്രവർത്തനവുമായിട്ട് എൻ്റെ ജേസിയുമായി വന്നപ്പോൾ, ഞങ്ങളുടെ സ്വന്തം നാടാട്ടോ, അപ്പോൾ വന്നപ്പോൾ ഞാൻ ഇവിടുത്തെ വീഡിയോ ഒക്കെ ഞങ്ങളെ ഒരുപാട് വീഡിയോ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് എനിക്ക് അല്പം സ്വാതന്ത്ര്യമുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പിടിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ക്ഷേത്രം നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറിയും അതുപോലെ നിലവറകളൊക്കെ കാണാനൊക്കെ എനിക്ക് സാധിച്ചു. അപ്പോൾ ആ നിലവറയും ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമൊക്കെ എത്രത്തോളം മാഹാത്മ്യമുണ്ട് എന്നെനിക്ക് ഈ വീഡിയോയിലൂടെ ഇന്നെനിക്ക് കാണിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങളാരും ഈ വീഡിയോ മുഴുവനായി കാണാതെ പോകരുത്. ഇവിടുത്തെ രഹസ്യ നിലവറകൾ ഒക്കെ ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് എൻ്റെ ഈ വീഡിയോയുടെ പ്രത്യേകത. മറ്റൊന്ന്, നിങ്ങൾ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കാം, ഈ ക്ഷേത്രം ഇരിക്കുന്നത് ഇടുക്കി റിസർവിൻ്റെ നടുവിലാണ് എന്നുള്ളതാണ് പ്രത്യേകത. മഴക്കാലമായി കഴിഞ്ഞാൽ ഈ ഇടുക്കി ഡാമിലെ ജലവും മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വരുന്ന ജലവും ഇവിടെ തങ്ങി നിൽക്കുകയും 3-4 മാസത്തോളം ക്ഷേത്രം മുങ്ങുന്ന വിധത്തിൽ ജലം ഉയർന്ന, അല്ലെങ്കിൽ ഇടുക്കി ഡാം നിറയുന്ന അവസ്ഥ വന്നാലും ഈ ക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങൾക്ക് മുടക്കം വരാത്ത വിധത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇതൊരു പുരാതന ക്ഷേത്രമാണ് എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പഞ്ചക്ഷേത്രങ്ങളായതുകൊണ്ട് തന്നെ ഇത് പുരാതന ക്ഷേത്രമാണ് എന്ന് ഞാൻ എടുത്തു പറയണ്ട. ഇതുകൊണ്ടോ, അപ്പോൾ ഞാൻ ഇന്ന് ഈ കല്ലുകളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇവിടുത്തെ ആദ്യകാലം, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പൂർവികർ ജീവിച്ചിരുന്ന കാലത്ത് കല്ലുകൾ കീറിയെടുത്ത് ഓരോ കല്ലുകളും അതിൽ ദൈവങ്ങളുടെയും ദേവന്മാരുടെയും അതുപോലെ മറ്റ് കുരങ്ങുകൾ, ആന, മയിലുകൾ എന്നീ എല്ലാത്തിൻ്റെയും രൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുന്ന നിരവധി കല്ലുകൾ ഇവിടെയുണ്ട് എന്ന് തെളിയിക്കുന്നൊരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ കാണിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കല്ലുകൾ ഇവിടുന്ന് മോഷണം പോയിട്ടുണ്ടല്ലോ, എങ്കിലും ബാലൻസ് വന്ന ഈ കല്ലുകളൊക്കെയാണ് ഇപ്പോൾ, ആ കല്ലുകൾ കൊണ്ടാണ് ഇപ്പോൾ ഈ ക്ഷേത്രം വീണ്ടും നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് എനിക്കിന്ന് കയറിപ്പോകാൻ എനിക്ക് അവസരം കിട്ടി. അപ്പം ക്ഷേത്ര നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം മുകളിൽ കയറി ഇന്ന് എനിക്കിതിൻ്റെ മനോഹരമാകുന്ന ദൃശ്യങ്ങളൊക്കെ പകർത്തുവാൻ കഴിഞ്ഞു. എപ്പോഴും ഇതിൻ്റെ മുകളിൽ കയറുന്ന ഒരു ഇളം കാറ്റ് വീശുന്ന ഒരു അനുഭവമാട്ടോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. എന്തായാലും ക്ഷേത്രത്തിൻ്റെ മുകളിൽ കയറി ആ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ വീഡിയോ എനിക്ക് പകർത്തുവാൻ കഴിഞ്ഞ്, അതിനോടൊപ്പം ഇതുവരെയും അവിടെ ഒരു നിലവറ, ഈ ക്ഷേത്രത്തിന് അടിയിൽ ഭാഗത്ത്, അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിന് അടിഭാഗത്തായിട്ട് ഒരു നിലവറയുണ്ട് എന്നുള്ള രഹസ്യം ഞങ്ങൾക്കെല്ലാം അറിയാം, ഈ നാട്ടുകാർക്കെല്ലാം അറിയാം. ഞങ്ങൾക്ക് കാണാൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഇതിൻ്റെ അകത്തേക്ക് കയറി ആ നിലവറ കാണുവാൻ ഇതുവരെ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് എനിക്ക് ആ നിലവറയും ആ നിലവറയുടെ ഉൾഭാഗമൊക്കെ കാണുവാൻ സാധിച്ചു എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമാട്ടോ. അങ്ങനെ ആ ക്ഷേത്ര കമ്മിറ്റിയിലുള്ള എൻ്റെ ഒരു സുഹൃത്തായിരുന്നു, അദ്ദേഹത്തിന് ഞാൻ ചോദിച്ചു നിലവറയ്ക്കകത്ത് ആരെങ്കിലും കയറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ നിലവറ ഒത്തിരി കാലമായില്ല ഇത് കണ്ടുപിടിച്ചിട്ടോ. നിലവറ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇവ നിർമ്മാണ പ്രവർത്തനത്തിന് ഇടയിലാണ് ഈ നിലവറ കണ്ടുപിടിച്ചത്. ആ സമയത്ത് കുറച്ച് ദൂരം വരെ ആളുകളൊക്കെ ഇതിന് പരിശോധിക്കുവാൻ വേണ്ടി കയറിയതല്ലാതെ അകത്തേക്ക് പിന്നീട് കയറാൻ പറ്റിയിട്ടില്ല. ഇതെങ്ങോട്ടാണ് ഈ നിലവറ, ഈ തുരങ്കം എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് യാതൊരു വിധത്തിലും കണ്ടുപിടിക്കുവാൻ കഴിയാത്ത വിധം ഇരുട്ടും നിഗൂഢതയും ഉള്ളത് കൊണ്ട് മാത്രം ആളുകൾ അതിനകത്ത് പ്രവേശിച്ചിട്ടില്ല എന്ന് മാത്രമാണ് ഇതിൻ്റെ പ്രത്യേകത. പ്രത്യേകിച്ച് നമുക്ക് വെളിയിൽ നിന്ന് ആ നിലവറയുടെ അകഭാഗം കാണാട്ടോ, ഒരു വലിയ തുരങ്കം പോലെയാണ് നിലവറ പോയിരിക്കുന്നത്. അപ്പോൾ ആ നിലവറയൊക്കെ കാണാൻ സാധിച്ചു.
വിദഗ്ധരായ ആളുകൾക്ക് വന്ന് പരിശോധിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് അത് ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീടൊന്ന് ഇതാണ്, ഈ ക്ഷേത്രത്തിൻ്റെ പെരിയാറിൻ്റെ നടുവിലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. എപ്പോഴും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളവും അതുപോലെ പൂജാകർമ്മങ്ങൾക്ക് ഭംഗം വരാത്ത വിധത്തിൽ അല്ലെങ്കിൽ മറ്റ് പല നേർച്ച വഴിപാടുകൾക്ക് എല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ പരിസരം ഉത്തമമാണ് എന്ന് തെളിയിക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്കിവിടെ വന്നാൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇടുക്കി ജില്ലയിലൊക്കെ ടൂറിസ്റ്റുകളൊക്കെ ആയിട്ട് വരുമ്പോൾ ഈ ക്ഷേത്രം അയ്യപ്പൻ കോവിൽ പുരാതന ക്ഷേത്രം കാണുവാനും അതിൻ്റെ ആ മനോഹര ദൃശ്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു അനുഭവമായിരിക്കും എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. അപ്പോൾ ഇതാണ് നിലവറ കേട്ടോ. ഈ ക്ഷേത്രത്തിൻ്റെ അടിഭാഗത്തായിട്ട് കാണുന്നതാണ് നിലവറ. നിലവറയുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മുഖഭാവം ഞാൻ കാണിക്കാം കേട്ടോ. ഇതാണ് കണ്ടോ, ഇതാണ് നിലവറ. ഇതിൻ്റെ അകത്തേക്ക് നേരെ ഇറങ്ങിയിട്ട് വലത്ത് സൈഡിലേക്കാണ് ഈ തുരങ്കം പോയിരിക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ഇരുട്ടാണ്. അപ്പം ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പോലും അറിയാൻ കഴിയത്തില്ല. ഇതിൻ്റെ ക്ഷേത്ര കമ്മിറ്റിക്കാർ പോലും ഇതുവരെ ശ്രമിച്ചിട്ടില്ല. കാരണം പേടിയാണ്. കാരണം അകത്തേക്ക് നിഗൂഢമാകുന്ന ഇരുട്ടും അതുപോലെ ശബ്ദം ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആരും ഇറങ്ങാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് അങ്ങോട്ട് കുട്ടികളെ ആരും കടത്തിവിടാറുമില്ല. അപ്പോൾ ഈ നിലവറ ഒരു രഹസ്യം തന്നെയാണ് കേട്ടോ ഈ ക്ഷേത്രത്തിൻ്റെ. ഇതിൻ്റെ പഴയകാല ആളുകളാണല്ലോ ഈ ക്ഷേത്രം നിർമ്മിച്ചത്. അപ്പം അതിന് എന്താണ് ഇതിൻ്റെ അകത്തുള്ള രഹസ്യമെന്നും ഇതുവരെയും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. എന്തായാലും ഞാൻ പറഞ്ഞു വന്നതുപോലെ അയ്യപ്പൻ കോവിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിൽ വരുമ്പോൾ ഈ അയ്യപ്പൻ കോവിൽ പുരാതന ക്ഷേത്രം കാണുവാനും ഇതിൻ്റെ മനോഹര ദൃശ്യങ്ങളൊക്കെ കാണുവാനും നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതൊരു ടൂറിസം മേഖലയായി മാറിയിരിക്കുകയാണ്. ഇതിനോട് അടുത്താണ് ഞങ്ങൾ മുൻപ് വീഡിയോ ഇട്ടിരുന്നൊരു തൂക്കുപാലമുണ്ട്. അതുപോലെ ഇല്ലിക്കാടുകൾ, മലനിരകളൊക്കെ വളരെ മനോഹരമാകുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ പകർത്തി തരുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ചെറിയ വീഡിയോയിലൂടെ പറയുവാനുള്ളത്, നിങ്ങൾ ഇടുക്കി ജില്ലയിൽ വരുമ്പോൾ ഈ അയ്യപ്പൻ കോവ് പുരാതന ക്ഷേത്രവും തൂക്കുപാലവും അതുപോലെ പെരിയാറിൻ്റെ വശ്യമനോഹരമാകുന്ന സൗന്ദര്യമൊക്കെ കണ്ട് ആസ്വദിക്കുവാൻ ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടെ ക്ഷണിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പൂർണ്ണമായും ഞങ്ങളുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോകളുമായി വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.